മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മോഹിനിയാണെങ്കിൽ മഹാലക്ഷ്മിയെ യാത്രയാക്കിയ ശേഷം അകത്തേക്ക് കടന്നു വരുന്നു. ആ സമയം ഉണ്ണിയും കരുണയും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഉണ്ണി പറയുന്നുണ്ട്, ഞാൻ പോയിട്ട് നാളെ വരാം അമ്മേ. മോഹിനി ചോദിക്കുന്നുണ്ട്, മോനെന്തേ പോകുന്നതെന്ന് ചോദിക്കുന്നു. അമ്മ അവിടെ ഒറ്റയ്ക്കാണ്, ഇപ്പോൾ കുറച്ച് പേടിയിലുമാണ്, അതുകൊണ്ട് തന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു കേട്ടോ. അമ്മ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അമ്മയുടെ മോള് ഓണത്തിന് മുൻപ് തിരിച്ചെത്തും എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, അവൾക്ക് തോന്നിയാൽ മടങ്ങി വരുമെന്ന് പറയും ഉണ്ണിയേട്ടാ എന്ന്. എന്തായാലും ഈ ഓണത്തിന് വന്നില്ലെങ്കിലും അടുത്ത ഓണത്തിനെങ്കിലും വരാതിരിക്കില്ല എന്ന് കരുണ പറയാണ്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, ലക്ഷ്മി മോൾക്ക് എന്ത് സംഭവിച്ചാലും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും അതുപോലെ മോൻ്റെ അമ്മാവനും ആ മേഘനാഥനും എല്ലാവരും പ്രതികളായിരിക്കുമെന്നും പറയുന്നു. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നടന്നത് എന്താണെന്ന് അറിയാണ്ട് ആരെയും അമ്മ സംശയിക്കരുതെന്ന്. അമ്മ ഭയക്കുന്നത് പോലെ ഏട്ടത്തിയെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നു ഉണ്ണി. എനിക്ക് തോന്നുന്നത് ഏട്ടത്തി ആർക്കെങ്കിലും ഒപ്പം ഇതിനോടകം നാടുവിട്ട് പോയിട്ടുണ്ടാവുമെന്നാണ്. കരുണ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അതിന് തർക്കിക്കാനൊന്നും നിൽക്കണ്ട. അവൾ കണ്ണേട്ടൻ്റെ ഒപ്പം കമ്പനിയിൽ പോയ ശേഷം പലതും പഠിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ കമ്പനി കാര്യങ്ങളെല്ലാം അവൾക്കറിയാം. പിന്നെ ബികോം എല്ലാം പഠിച്ചതല്ലേ, വല്ല ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ ആർക്കൊപ്പം പോയി കാണുമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മോഹിനി പ്രതികരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ പോയിട്ടുണ്ടെങ്കിൽ മോൾ ആരോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് പറഞ്ഞിട്ട് അവൾ പോവുള്ളൂ എന്നും പറയുന്നു. ഇനി എന്തായാലും അവൾ അമ്മയെ വിളിക്കുമായിരിക്കും. ഇത് കേൾക്കുന്ന മോഹിനി പറയുന്നുണ്ട്, എൻ്റെ മോളെക്കുറിച്ച് ഉടനെ തന്നെ എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ടെന്ന് മോഹിനി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും സങ്കടപ്പെടാത്തതെന്നും, പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, എൻ്റെ മോള് തിരിച്ച് മടങ്ങി വരികയാണെങ്കിൽ എല്ലാവരും മോളോട് സ്നേഹത്തോടും സന്തോഷത്തോടും പെരുമാറണമെന്നും പറയുന്നു. ഇത് കേൾക്കുന്ന കരുണയും ഉണ്ണിയും മുഖത്തോട് മുഖം നോക്കുക ചെയ്യുന്നുണ്ട്. പിന്നീട് ഉണ്ണി പോയതിനു ശേഷം കരുണയാണെങ്കിൽ മോഹിനിക്കൊപ്പം കെട്ടിപ്പിടിച്ച് കിടന്നാണ് ഉറങ്ങുന്നത്. അത് മഹാലക്ഷ്മിയെ പ്രേതത്തെ കണ്ടു ഭയക്കുമോ എന്നുള്ള ഭയം കരുണയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കമലേശ്വരൻ വീട്ടിൽ ദുർഗയാണെങ്കിൽ പേടിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഉണ്ണി എത്തുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്ന സമയത്താണ് ഉണ്ണിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നതും. ഉണ്ണിയുടെ വണ്ടി നിന്നു പോകാൻ കാരണം മാർക്കോ തന്നെയാണ്. മാർക്കോ പെട്രോളെല്ലാം ഊറ്റി കളഞ്ഞിരുന്നു. ഉണ്ണിയെ നല്ല രീതിയിൽ ഭയപ്പെടുത്തണമെന്ന് കരുതി തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ. അങ്ങനെ ഉണ്ണി കാറിൽ നിന്നെല്ലാം പുറത്തിറങ്ങുന്നുണ്ട്. വിജനമായ പ്രദേശത്ത് വേറെ ആരെയും കാണുന്നില്ല. ആ സമയം തന്നെയാണ് ഉണ്ണിയോട് ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ലിഫ്റ്റ് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്നും. ഇതാരാണെന്ന് ചോദിക്കുന്ന ഉണ്ണിയോട് മഹാലക്ഷ്മിയുടെ മുഖത്തെ മുടി കാറ്റിൽ പറക്കുന്നുണ്ട്. ഇതോടുകൂടി ഉണ്ണി നല്ല രീതിയിൽ തന്നെ ഭയക്കുകയാണ്. മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ട് ഭയന്ന് ആ പാലത്തിൽ നിന്നും താഴേക്ക് വീഴുകയും ചെയ്യുന്നു. അപ്പോൾ മഹാലക്ഷ്മി വളരെയേറെ ഭയക്കുന്നുണ്ട്. കാരണം ഉണ്ണിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്ന് മാർക്കോനോട് ചോദിക്കുന്നുണ്ട്. മാർക്കോ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട, അവനൊന്നും സംഭവിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് പേടിച്ച് ഭയന്നിട്ടുണ്ടായ ഒരു ചെറിയൊരു ആക്സിഡൻ്റാണ്, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നും മഹാലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ മാർക്കോ തന്നെ ഉണ്ണിയെ ഹോസ്പിറ്റലിലെല്ലാം എത്തിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണിക്ക് ആക്സിഡൻ്റ് ആയ വിവരം ദുർഗ അറിയുന്നു. ദുർഗ വളരെ വിഷമിച്ച് അലറി വിളിച്ച് കരയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വാമദേവനെ ഫോണിലൂടെ വിളിക്കുന്നുണ്ട് ദുർഗ. ഇങ്ങനെ ഉണ്ണിക്ക് ആക്സിഡൻ്റ് ആയി ഹോസ്പിറ്റലാണെന്ന് വിവരം അറിയിക്കുന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തണം, ഏട്ടൻ വന്ന് എന്നെ കൊണ്ടുപോകണം എന്നെല്ലാം ദുർഗ പറയുന്നു. ഇത് കേൾക്കുന്ന വാമദേവൻ മേഘനാഥനെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഉണ്ണിക്ക് ഇങ്ങനെ ആക്സിഡൻ്റ് ആയി, അവൻ കരുണയുടെ വീട്ടിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഉണ്ണിയെയും ഭയപ്പെടുത്തിയത് വേറെ ആരും ഒരു മഹാലക്ഷ്മിയുടെ പ്രേതത്തെ കണ്ടു തന്നെയായിരിക്കും അവനും ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതെന്ന് മേഘനാഥൻ പറയുന്നുണ്ട്. എന്തായാലും വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.